കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജമ്മു കാശ്മീരിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരും ചേർന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ വിലയേറിയ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ ഫിലിപ്പ് കെ മാത്യു നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം ഭോപ്പാൽ മധ്യപ്രദേശിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ദർശനത്തോടുകൂടും ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് നമ്മുടെ ദേശത്തു നിന്ന് വന്നു. കർത്താവിൻ്റെ ദാസനെ ഈ പകൽക്കാലം ഹൃദയത്തിൻ്റെ അകത്തളത്തു നിന്നും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ സെബിൻ പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹവും കർത്താവിൻ്റെ വേലയിൽ ജമ്മു കാശ്മീരിലായിരിക്കുന്നു. അദ്ദേഹത്തെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ, അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ, ദൈവം നമ്മളോട് കാണിച്ച കരുണയെ ഓർക്കുവാൻ, എത്ര വലിയവനെന്ന് ജനത്തോട് വിളിച്ചറിയിപ്പാൻ ദൈവം തന്ന ഈ അവസരത്തെ ഞാൻ ദൈവനാമത്തിൽ അവന് നന്ദിയും ആദരവും അർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പ് എത്ര വർഷമായി നോർത്ത് ഇന്ത്യയിലായിട്ട്? ഇത് 26ാമത്തെ വർഷമാണ്. 26 വർഷം. 26 വർഷം. എവിടെയൊക്കെ മിനിസ്ട്രി ചെയ്തിട്ടുണ്ട്? ഞാൻ ആദ്യം വന്നത് 1998ലാണ് ഞാൻ ആദ്യം നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്നത്. ആദ്യം 6 മാസത്തേക്ക് പഞ്ചാബിലേക്ക് വന്നു. പഞ്ചാബിൽ നിന്ന് അല്പം ഭാഷയെല്ലാം പഠിച്ച് ഞാൻ ഹിമാചൽ പ്രദേശിലേക്ക് കടന്നുപോയി. ഹിമാചൽ പ്രദേശിലാണ് അധികം വർഷവും ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തത്. ഇപ്പോൾ മധ്യപ്രദേശിൻ്റെ ഭാഗത്ത് ബേസ് ചെയ്തിട്ട് ഹിമാചലും അങ്ങനെയുള്ള ബാക്കി സ്ഥലങ്ങളിലെല്ലാം കർത്താവിൻ്റെ വേലയിലായിരിക്കും. എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള കോളിംഗ് കിട്ടിയിട്ടാണോ നിങ്ങൾ വന്നത്? അതെ, ഞാൻ കേരളത്തിലും കോയമ്പത്തൂരും ബൈബിൾ കോളേജിൽ ഞാൻ പഠിച്ചു. ബൈബിൾ കോളേജിൽ ഞാൻ പഠിച്ച് അതിൻ്റെ അവസാന വർഷമായപ്പോഴേക്കും ദൈവത്തിൻ്റെ പ്രത്യേക വിളി എന്നിലുണ്ടെങ്കിലേ ഞാൻ ഫീൽഡിലേക്ക് പോകുള്ളൂ എന്നുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ആ വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവ്, എൻ്റെ പ്രാർത്ഥനയിലൊക്കെ ഈ വാക്കുകളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക വിളി, പ്രത്യേക ദർശനം. കാരണം ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്നു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടെന്നൊക്കെ ജനറലായിട്ട് മനസ്സിലാക്കിയെങ്കിലും ഒരു പെർട്ടിക്കുലർ കോൾ എനിക്കുണ്ടെങ്കിലേ ഞാൻ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുകയുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ബൈബിൾ കോളേജിൻ്റെ ലൈബ്രറിയിൽ പോയി ഞാൻ പുസ്തകങ്ങൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരുന്നപ്പം ഓപ്പറേഷൻ വേൾഡ് എന്ന പാട്രിക് ജോഷി എഴുതിയ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി. അതെൻ്റെ എങ്ങനെയോ ഭാഗ്യവശാൽ എൻ്റെ ആ കയ്യിൽ എൻ്റെ പുസ്തകം വന്നു. അത് ഞാൻ വായിച്ചു. ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ അത് മുഴുവൻ ഇന്ത്യയിലെയും ലോകത്തിലുള്ള പല രാജ്യങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന വിഷയമാണ്. അപ്പോൾ അതിനകത്ത് മറ്റുള്ള രാജ്യത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഇന്ത്യയെക്കുറിച്ച് ഞാനിങ്ങനെ നോക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ജമ്മു കാശ്മീർ, അങ്ങനെ ഹിമാചൽ, അങ്ങനെ ക്രമാനുസരണമായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റേറ്റിനെ കുറിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ ഒരു മാപ്പും ഹിമാചൽ പ്രദേശിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളും ഹിമാചൽ പ്രദേശിൽ അന്നുണ്ടായ ക്രിസ്ത്യാനികളുടെ നമ്പറുകളും അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ ഞാൻ വായിച്ചപ്പോൾ ഞാൻ അന്ന് തിരുവല്ലയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ തിരുവല്ലയിലൊക്കെ ഒരു കൺവെൻഷന് കുറേ ആളുകൾ പങ്കെടുക്കുമായിരുന്നു. അന്ന് വലിയ വലിയ ദേവദാസന്മാരൊക്കെ വന്ന് നമ്മൾ സ്റ്റേഡിയത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കൺവെൻഷൻ, കേരളത്തിൽ നടക്കുന്ന ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിൻ്റെ പകുതി ആളുകൾ പോലും ഒരു സ്റ്റേറ്റിൻ്റെ മുഴുവനും നമ്പർ നോക്കിയാലില്ല, സെൻസസ് നോക്കിയാലില്ല ഹിമാചൽ പ്രദേശ്. ഓക്കെ. അപ്പം അത് എന്നെ വളരെയധികം 66 ലക്ഷം പേര് അടങ്ങുന്ന ഒരു സ്റ്റേറ്റിൽ ഏകദേശം 5000-ഓളം ക്രിസ്ത്യാനികളേ ഉള്ളൂ. അത് നേരം ഈ സ്ഥലത്തെക്കുറിച്ച് അങ്ങോട്ട് പോകുന്നു പർട്ടിക്കുലറായിട്ട് ദൈവദാസനോട് സംസാരിച്ചോ? ഈ ഒരു വിഷയം വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ബേർഡൻ വന്നു. എന്നുവെച്ചാൽ ആത്മഭാരം. ഹിമാചലിനെ കുറിച്ച് ആത്മഭാരം വന്നു. അപ്പം ഈ വിഷയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരുന്നു. എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും ഹിമാചൽ പ്രദേശിൽ. അപ്പം ഞാൻ എന്നിട്ട് എനിക്ക് ചെറിയ പടം വരയ്ക്കുന്ന കഴിവൊക്കെ അന്ന് മുതലേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു വലിയ ചാർട്ട് പേപ്പർ മേടിച്ച് ഹിമാചൽ പ്രദേശിൻ്റെ മാപ്പ് ഇങ്ങനെ വരച്ചുണ്ടാക്കി ചുമരയെ കൊണ്ടുവിട്ട് എല്ലാ ദിവസവും ഞാൻ ആ മാപ്പിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഗ്രാജുവേഷനോട് അടുക്കാറായി. അപ്പം ഗ്രാജുവേഷൻ കഴിയുമ്പോൾ നമുക്ക് മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങണം. അപ്പം അന്ന് ഞങ്ങൾ ലീഡേഴ്സിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഹിമാചലിൽ തന്നെ പോയാൽ മതി, എനിക്ക് വേറെ എങ്ങും പോകണ്ട.
കാരണം എനിക്ക് മനസ്സിലെ ഭാരമാണ്. ഹിമാചൽ പ്രദേശിൽ പോയി ആത്മാക്കളെ നേടണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കും മനസ്സിനകത്ത്. എങ്ങനെയെങ്കിലും അവിടെ പോകണം. എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എങ്ങനെയെങ്കിലും അവിടെ എത്തണം. ഒരു ദിവസമെങ്കിലും അവിടെ റീച്ച് ചെയ്തിട്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഭാരം എൻ്റെ മനസ്സിലുണ്ടായി. ഇത് എത്രാമത്തെ വയസ്സിലാണ്? അന്ന് എനിക്ക് 20 വയസ്സ് 20 വയസ്സ് ആയി അന്നേരം. അപ്പം ഇങ്ങനെ ഹിമാചലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ആർക്കും എതിർപ്പോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആദ്യം അവർ പറഞ്ഞു ഇങ്ങനെ ഒറ്റയ്ക്ക് ദൂരെയൊന്നും പോകണ്ട, കാരണം ഞാൻ പഠിച്ച ബൈബിൾ കോളേജുകാർക്ക് പോലും ഹിമാചലിൽ ഒരു ഓഫീസോ അങ്ങനെ ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഹിമാചലിൽ നമുക്കങ്ങനെ ഒന്നുമില്ല, ഹിമാചലിൽ നമുക്ക് ഒരു പ്രവർത്തനങ്ങളുമില്ല, അതിനടുത്തൊരു സ്റ്റേറ്റ് ഉണ്ട് പഞ്ചാബ്, ആ പഞ്ചാബിൽ നിങ്ങൾക്ക് പോയാൽ പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴേലും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പഞ്ചാബിലേക്ക് ആ വിശ്വാസത്തിൽ കയറി വരുന്നത്. അപ്പം അങ്ങനെ ഞാൻ പഞ്ചാബിൽ വന്നിട്ട് 6 മാസം കഴിഞ്ഞപ്പോഴും എന്നെ ഇവർ ഹിമാചൽ പ്രദേശ് വിടുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. നിങ്ങളുടെ ദർശനം ഹിമാചലിന് വേണ്ടിയായിരുന്നു. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ചണ്ഡീഗഡൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഹിമാചലിലെ മലകളൊക്കെ ദൂരെ നിന്ന് കാണുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലും ഓടിപ്പോയാലോ എന്നൊക്കെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ എത്തണമെന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ പലരോടും പറഞ്ഞു എന്നെ എങ്ങനെയും വിട്. അപ്പം അവർ പറഞ്ഞു ഒന്നും പറ്റത്തില്ല, വിടാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഇരുന്ന് ചെറിയൊരു പെട്ടിയും കുറച്ച് വസ്ത്രങ്ങളേ ഉള്ളൂ, എനിക്ക് അധികം സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ അത് എടുത്ത് ഞാൻ അവരോട് പറഞ്ഞു എന്നെ ഒന്ന് പ്രാർത്ഥിച്ചെങ്കിലും വിടുമെന്ന് പറഞ്ഞു. അപ്പം അതിൽ ചിലർ പറഞ്ഞു നിൻ്റെ അഹങ്കാരം അവിടെ ചെന്ന കുൽഫി ആകുമെന്ന് പറഞ്ഞു. കുൽഫി എന്ന് പറഞ്ഞൊരു തണുത്ത ഒരു സാധനം കിട്ടത്തില്ല. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീ കുൽഫി ആയിട്ട് മരിച്ചു പോകും, ജീവനോടൊന്നും ഒരു ദിവസം പോലും നിനക്ക് ഉണ്ടാകത്തില്ല. കാരണം നിങ്ങളുടെ ശരീരസ്ഥിതി ആ ടൈപ്പിലായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും ഭയങ്കരമായി ഇത്. അങ്ങനെ ഞാൻ എങ്ങനെയോ ഞാൻ ചണ്ഡീഗഡിൽ എത്തി. അവിടുന്ന് ഞാനൊരു പച്ച ബസ്, ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു പച്ച ബസ് ഞങ്ങൾ, അത് എങ്ങോട്ടാണ് പോകുന്ന ബോർഡ് ഞാൻ നോക്കിയില്ല, ഹിമാചൽ പ്രദേശത്ത് കണ്ട ഉടനെ ഞാൻ അതിനകത്ത് കയറി. ഒരു സീറ്റ് ഉണ്ട്, അതിനകത്തിരുന്നു. കണ്ടക്ടർ വന്നു, ബസ് അങ്ങ് മൂവ് ചെയ്യാൻ തുടങ്ങി. കണ്ടക്ടറോട് ചോദിച്ചു ഈ ബസ് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അയാൾ ചോദിച്ചു നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്, അവൻ ഹിന്ദി ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ, ഇങ്ങനെ മുറിഞ്ഞ് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പം 2-3 വട്ടം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വണ്ടി ഷിംലയ്ക്ക് പോകുന്ന വണ്ടിയാണ്. ഷിംല. അപ്പോൾ ഞാൻ പറഞ്ഞു ഷിംലയ്ക്ക് ഒരു ടിക്കറ്റ് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ ഷിംലയ്ക്ക് ഇങ്ങനെ ഡിസംബർ 6-ാം തീയതി 1998, തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. അന്ന് എനിക്ക് ജാക്കറ്റോ സ്വെറ്ററോ അങ്ങനെ ഒരു സാധനമേ ഇല്ല, ജീവിതത്തിൽ ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല, നാട്ടിൽ നിന്ന് വരികയല്ലേ. അങ്ങനെ ഞാൻ ഒരു സാധാരണ ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ ഈ ബസ്സിൽ കയറിക്കുന്ന അത്രയും എന്നെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. എന്നെ ഇങ്ങനെ വിറച്ച് ഞാൻ മലകളിൽ ഇങ്ങനെ കയറി ഏകദേശം സോളൻ എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഒരു 8 കിലോമീറ്റർ മുമ്പ് ഞാനിങ്ങനെ കാണാം ഒരു സോളൻ വലിയ ടൗൺ ഇങ്ങനെ കാണും. അപ്പം എനിക്കറിയാം ഷിംലയ്ക്ക് കുറച്ചും കൂടി ദൂരമാണ്, രാത്രി ആയതുകൊണ്ട് എങ്ങും ബോർഡുകളൊന്നും ഇല്ല. ഞാനങ്ങ് തണുത്ത് വിറച്ച് ഞാനിപ്പം മരിച്ചു പോകും, കാരണം എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും സ്വെറ്ററുണ്ട്, എനിക്കൊന്നുമില്ല. ഞാനങ്ങനെ വിറച്ച് അവസാനം ഞാൻ സോളൻ ബൈപ്പാസിൽ അവിടെ അങ്ങ് ഇറങ്ങി. അപ്പോൾ ഇത്രയും തണുപ്പത്ത് സ്നോ വീഴുന്ന, മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി ഇറങ്ങുന്നു, മനസ്സിൽ തോന്നിയില്ലേ തിരിച്ചു പോയാൽ കൊള്ളാമെന്ന്? അന്ന് രാത്രിയിൽ എനിക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയില്ല. അന്ന് രാത്രി ഞാൻ വിചാരിച്ചു ഞാനന്ന് ചത്തുപോകുന്നു വിചാരിച്ചു. കാരണം നിങ്ങളുടെ ശരീരം അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഞാൻ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ തീർന്നു പോകുമെന്നുള്ളൊരു കാരണം എനിക്ക് ശ്വാസം മുട്ടലായി. എനിക്ക് ചെറുപ്പത്തിലൊരു ആസ്മയുണ്ട്. അപ്പോൾ എനിക്ക് തണുപ്പടിച്ചിട്ട് എൻ്റെ ചെസ്റ്റൊക്കെ വേദനിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു റെയിൻ ഷെൽട്ടറിൽ അവിടെ പോയി. അവിടെ കുറച്ച് ന്യൂസ് പേപ്പറുകളുണ്ട്. ഞാൻ ഈ ഷർട്ട് ഊരിയിട്ട് എൻ്റെ കയ്യിൽ സെലോ ടേപ്പ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ ഞാൻ എൻ്റെ ശരീരത്തിൽ അത് സെലോ ടേപ്പ് വെച്ച് മുഴുവൻ ഒട്ടിച്ചു, റാപ്പ് ചെയ്ത് മുഴുവൻ കയ്യിലും ശരീരത്തിലൊക്കെ ന്യൂസ് പേപ്പർ വെച്ച് ഇങ്ങനെ അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഷർട്ട് ഇട്ടു. ഇതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടായിരുന്നോ? ആരും കാണുന്നില്ല, അത് ഇരുട്ടായിരുന്നു അന്ന്. അന്ന് ഈ കുറച്ച് ദൂരെ മാറി ഒരു മഞ്ഞ STD ബൂത്ത് അവിടെ ഒരു ദൂരമുണ്ട്, ആളുകൾക്ക് ഒന്ന് ഫോൺ വിളിച്ച് പോകുന്നൊക്കെയുണ്ട്. പക്ഷേ ഈ ഭിക്ഷക്കാരായിരിക്കും ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ രാത്രി ഭിക്ഷക്കാരൊക്കെ വന്നു കിടക്കുന്നത്. അപ്പോൾ അവരായിരിക്കും വിചാരിച്ചാൽ ആരും മൈൻഡ് ചെയ്തില്ല. പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്, എവിടെയെങ്കിലും പോകണോ? അപ്പോൾ ഞാനിങ്ങനെ അറിയാവുന്ന ഹിന്ദിയിലൊക്കെ എന്തോ പറഞ്ഞപ്പോൾ പുള്ളി എന്നെ ഒരാളെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് അവരുടെ അടുത്ത് പോകുന്നു, അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത 6 മാസം എൻ്റെ ഒരു ഡിഫിക്കൽട്ട് സീസണായിരുന്നു. ഒരു മിനിസ്ട്രി എന്ന് വെച്ചാൽ കഴിക്കാനോ കുടിക്കാനോ ഒന്നുമില്ല, ഗ്യാസ് സിലിണ്ടറില്ല, മണ്ണെണ്ണയില്ല, പൈസയില്ല. അങ്ങനെ വളരെ കഷ്ടപ്പാടിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ
കഷ്ടപ്പാടിൻ്റെ ഒരു സമയം അന്നേരം മുതൽ തുടങ്ങിയായിരുന്നു അല്ലേ? ഒരു മിനിറ്റ്, പാസ്റ്റർ സെബിനോട് അതൊരു കാര്യം ചോദിക്കാറുണ്ട്. നിങ്ങളുടെയും ജീവിതത്തിൽ കഷ്ടപ്പാട് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഒത്തിരി ഉണ്ടായി കാണും എന്നറിയാം. അപ്പം ജീവിതത്തിൽ പ്രയാസം വന്നപ്പോൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് വരണ്ടായിരുന്നു അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ദൈവവേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിട്ടില്ല. കാരണം ദർശനം തന്നത് ദൈവമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എനിക്ക് ഏകദേശം ഒരു 13-14 വയസ്സുള്ളപ്പോഴാണ് കർത്താവ് ഇങ്ങനെ ഒരു ദർശനം എനിക്ക് തന്നത്. ഇങ്ങനെ ദേവദാരുക്കളുടെ മുകളിൽ ഇങ്ങനെ ഐസ് പെയ്യുന്നതായിട്ട്, ഇങ്ങനെ മഞ്ഞ് പെയ്യുന്നതായിട്ട് എനിക്കിങ്ങനെ ഒരു ദർശനം കിട്ടി. ആ സമയം തൊട്ടിൽ ദൈവത്തിൻ്റെ ഒരു വിളി എൻ്റെ മനസ്സിലുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പം ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചതായതുകൊണ്ട് അമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. എൻ്റെ മകൻ ശുശ്രൂഷ പോയാൽ ഞങ്ങളുടെ വീട്ടിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. അന്ന് ആ സമയം മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് പിന്നിലേക്ക് നോക്കേണ്ട അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ദൈവം അത്രത്തോളം ബലപ്പെടുത്തി. വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നുള്ളതാണ്? എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്ത് പള്ളിവാസൽ എന്ന സ്ഥലത്ത് ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ വീട്. എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് നേരത്തെ, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ എൻ്റെ പിതാവ് മരിച്ചുപോയി. എൻ്റെ മാതാവ് തന്നെ ഉള്ളൂ ഈ സമയത്ത്. എനിക്കൊരു സഹോദരനോ ഒരു സഹോദരിയോ ഇല്ല, മാതാവ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ സഹോദരനും സഹോദരിയില്ല, ഒരേ ഒരു മോന്, അമ്മയുടെ അപ്പൻ്റെ അല്ലേ, ഒരേ ഒരു മോന്. അപ്പം ഒരാൾ വാർദ്ധക്യത്തിൽ അമ്മയെ അപ്പനെയും അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കും, അവിടെ നിൽക്കാൻ ആഗ്രഹിക്കും. പക്ഷേ നിങ്ങൾ ദൈവവേലയ്ക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് ചോദിച്ചില്ലേ? നിങ്ങളുടെ ബന്ധക്കാരും മിത്രങ്ങളും നിങ്ങളോട് ചോദിച്ചില്ലേ, നിങ്ങളെന്ത് മണ്ടത്തരമായി കാണിക്കുന്നേ? എന്തിനാണ് സ്വന്തം ഭവനത്തെ വിട്ടിട്ട് ഇത്രയും ദൂരം പോകുന്നത്? അങ്ങനെ ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് എന്തായിരുന്നു അന്നൊരു പ്രതികരണം ഉണ്ടായത്? ആ സമയത്ത് കൂടെ നിൽക്കാൻ ആ സമയത്ത് ആരുമില്ലായിരുന്നു എന്നുള്ളൊരു സത്യമായൊരു കാര്യമാണ്. കൂടെ നിന്ന് പലരും പറഞ്ഞു, ഈവൻ ഞങ്ങളുടെ ചർച്ചിലുള്ളവരും എനിക്ക് എതിരായിട്ട് പറഞ്ഞു, നിനക്ക് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത് എന്തിനാണ്, നീ നോർത്ത് ഇന്ത്യയിൽ പോയി ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ചോദ്യം എൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിക്കാനിടയായി. ഞാൻ ഇതൊന്നും വകവെച്ചില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് 13-14 വയസ്സുള്ളപ്പോൾ കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും എനിക്ക് ഈ ദർശനം ഒരു സ്വപ്നം പോലെ ദൈവം എനിക്ക് നൽകി തരുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ദർശനം തരുന്ന എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണം എന്നുള്ളൊരു ഒരു വിശ്വാസം, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയുള്ളൊരു പ്രവൃത്തി ചെയ്യണം എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആമേൻ. ഇന്ന് എത്രയോ ജനങ്ങളുടെ മധ്യത്തെ നിങ്ങൾ പാസ്റ്റർ സെബിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ലൊരു സിംഗറാണ്, വർഷിപ്പ് ലീഡറാണ്, മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുവാനും യൂത്തിനെ എക്യൂപ്പ് ചെയ്ത് മിനിസ്ട്രിക്ക് വേണ്ടിയും ദൈവവേലയ്ക്ക് വേണ്ടിയും എടുത്തുപയോഗിക്കുവാൻ ദൈവം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സെബിനെ ഒത്തിരിയായിട്ട് അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും വർഷിപ്പ് ലീഡ് ചെയ്യുവാനും യങ് യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു ലീഡറാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സെബിനെയും പാസ്റ്റർ സെബിനെയും ഫാമിലിയും ദൈവം അനുഗ്രഹിക്കട്ടെ. എത്ര നല്ല മനസ്സോടുകൂടി തൻ്റെ ദേശത്തെ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ സകലതും വിട്ട് ദൈവത്തിൻ്റെ വേലയെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു ദർശനത്തെ മാത്രം നോക്കിക്കൊണ്ട് ഏകദേശം 25 വർഷം കഴിഞ്ഞിരിക്കുകയാണ്, ദൈവവേലയിൽ ഇറങ്ങി നിൽക്കുന്നു. സെയിം ടൈമിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പ് കെ മാത്യു നമ്മളോട് പറഞ്ഞല്ലോ, കഷ്ടപ്പാടിൻ്റെ ദിവസമല്ലാതെ മറ്റൊന്നും ജീവിതത്തിലില്ലാതെ വളരെ പ്രയാസപ്പെട്ട് ഈവൻ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാതെ നിന്ന ഒരു സമയം ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ദൈവം വിശ്വസ്തനെന്ന് ഇന്നും അന്നും ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്ന സമയത്ത് ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യം മഞ്ഞുപെത്തുമായിട്ട് കിടക്കുകയും ഒന്ന് ഓർമ്മിപ്പിച്ചേ അന്നത്തെ ദിവസത്തെ ആ ഒരു ഓർമ്മ. ആദ്യം ഞാൻ എനിക്ക് ആഹാരമൊന്നും അങ്ങനെ ഇല്ല, അപ്പം വളരെ കുറച്ച് ആഹാരമേ ഉള്ളൂ. പിന്നെ ഒന്നാമത് ഇവിടെ പഞ്ചാബിലൊക്കെ നിന്ന സമയത്ത് ചൂടായിരുന്നു. പിന്നെ പെട്ടെന്ന് തണുപ്പിൻ്റെ സ്ഥലത്തേക്ക് വന്നു. പിന്നെ ആഹാരമില്ല, നല്ല വെള്ളമില്ല. അങ്ങനെ എങ്ങനെയോ എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ച്
അതങ്ങ് ഒത്തിരി അങ്ങ് കൂടി. അപ്പോഴും നമ്മൾ മഞ്ഞപ്പിത്തം പിടിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഒമിറ്റ് ചെയ്യുന്നു, ഒത്തിരി പ്രയാസങ്ങൾ വരുന്നു. നമുക്കങ്ങനെ ആശുപത്രിയിൽ പോകുന്നില്ല. നമ്മൾ ചെറിയ എന്തെങ്കിലുമൊക്കെ മരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വെള്ളം കുടിക്കുന്നു, അല്ലാതെ ആശുപത്രിയിലൊന്നും പോകുന്നില്ല. അങ്ങനെ ഞാൻ തളർന്നു പോയി. ഒരു 3-4 ദിവസം വോമിറ്റിങ്ങും മിനിസ്ട്രിയുടെ സമയത്താണ് അല്ലേ? അതെ അതെ, തുടക്കത്തിൽ. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ ഇങ്ങനെ കിടക്കുക. ആരെങ്കിലും ഹെൽപ്പിനുണ്ടായിരുന്നോ? അന്ന് ഞാനിങ്ങനെ വളരെ തളർന്ന് കിടക്കുമ്പം റോട്ടിൽ കൂടെ ഒരു ഹിന്ദു ഫാമിലി ഇങ്ങനെ എല്ലാ ദിവസവും നടക്കാൻ അവരിറങ്ങും. അപ്പോൾ അവർ കുറച്ച് 3-4 ദിവസമായിട്ട് എന്നെ കാണുന്നില്ല. എപ്പോഴും ഇങ്ങനെ ഹായ് ഒക്കെ പറയുന്നതാണ് റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ. 3-4 ദിവസം എന്നെ കാണണ്ടായപ്പോൾ അവർ ഒരാളോട് ചോദിച്ചു, ഇവിടെ ഒരാൾ താമസിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്ത് പറ്റി? അപ്പം എന്നെ അന്വേഷിച്ച് അവർ കയറി വന്നു. അപ്പം ഞാനിങ്ങനെ തളർന്ന് കിടക്കുന്നു വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ പോലും വയ്യാതെ. അന്ന് എൻ്റെ ശരീരം ഒരു ഈർക്കിൽ പോലെ ആയി. ശരീരം നമ്മുടെ കൈയും കാലൊക്കെ ഈർക്കിൽ തൂങ്ങിക്കിടക്കുന്ന പോലെ, 2 കൈയും അത്രയും ക്ഷീണിച്ചു. അങ്ങനെ എന്നെ അവരെന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അവർ വേറൊരു സഹോദരനെ കൂട്ടി എന്നെ ചണ്ഡീഗഡ് PGയിൽ അഡ്മിറ്റ് ചെയ്തു. PGയിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടെ വെച്ച് എനിക്ക് വീണ്ടും രോഗം മൂർച്ഛിച്ചു. ഭയങ്കരമായിട്ടങ്ങ് കൂടി. ഞാൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു ആ സമയത്തൊക്കെ? അന്ന് ആ സമയത്ത് തന്നെ അധികം ആരും ഹെൽപ്പ് ചെയ്തില്ല. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ എനിക്ക് ചണ്ഡീഗഡിലെ ഒരു ദേവദാസൻ, അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ രാജൻ, ചണ്ഡീഗഡിൽ, എനിക്കിന്ന് ഓർമ്മയുണ്ട്. അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ട് എന്നെ എമർജൻസിയിൽ നിന്ന് എന്നെ മരുന്നുകളൊക്കെ തന്നതിന് ശേഷം, മഞ്ഞപ്പിത്തമല്ല, ഇനിയിപ്പം അടുത്ത ഫുഡും മരുന്നുകളേ ഉള്ളൂ, എനിക്ക് ഒത്തിരി അങ്ങ് കൂടി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, തളർന്നു പോയി മൊത്തത്തിൽ. അപ്പോൾ ഒന്നിൽ നാട്ടിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ എങ്ങനെയും കുറച്ച് നാൾ ശുശ്രൂഷിക്കുക. അത് മാത്രമേ ഡോക്ടറിൻ്റെ ഒരു ആൻസർ ഉണ്ടായിരുന്നു. ഇത് വരാൻ കാരണം നാട്ടിൽ നിന്നും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ വരുന്നു. അതെ, കാലാവസ്ഥ, ക്ലൈമറ്റ് മാറുന്നു, വെള്ളം, ആഹാരം ഇതിന്നല്ലേ ഒത്തിരി മിഷണറിമാർക്ക് ഉണ്ടായിട്ടുണ്ട് ഈ അനുഭവം. നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ആദ്യമായിട്ട് വരുന്ന പാസ്റ്റർമാർക്കെല്ലാം വരുന്നൊരു സ്റ്റൊമക്ക് ഇഷ്യൂ ആണ് മെയിനായിട്ട്. മഞ്ഞപ്പിത്തം അതുപോലുള്ള വിഷയങ്ങൾ. കാരണം ആഹാരവും വെള്ളവും നമുക്ക് ഇവിടെ നല്ല വെള്ളമില്ലായിരുന്നു. ദേവദാസനെ ഒത്തിരി സീരിയസ് ആയിരുന്നു ആ സമയത്ത് അല്ലേ? ഒത്തിരി അങ്ങ് സീരിയസ് ആയി. മരിച്ചു പോകുന്ന ഡോക്ടറെ വിധി എഴുതിയ, കാരണം എൻ്റെ ലിവറൊക്കെ ഒത്തിരി സ്വെല്ലിങ് ആയി. പിന്നെ ബിലിറുബിൻ്റെ അളവൊക്കെ ഭയങ്കര ഹൈ, എബോവ് കൺട്രോളിൽ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദേവദാസൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തിൻ്റെ സഭയിലകത്ത് തന്നെ ഒരു കട്ടിലിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചർച്ചിനകത്ത് 14 ദിവസം എന്നെ ആ കട്ടിലിൽ കിടത്തി അവര് ശുശ്രൂഷ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്ക് ആഹാരം തരും. തോന്നുന്നുണ്ടോ അത് ദേവദാസൻ അല്ല, ഒരു ഏഞ്ചൽ ആയിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലേ? ദൈവം അതെ എനിക്ക് വേണ്ടി അയച്ചത് ഒരു ഏഞ്ചൽ ആയിരുന്നു. എന്നിട്ട് അതിനുശേഷമുള്ള ഒരു പ്രയാസം എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹം എന്നെ സഹായിച്ചെങ്കിലും ഞാൻ ഒത്തിരി നിരാശനായി പെട്ടെന്ന്. ഞാൻ ഒന്നിൽ മരിച്ചു പോകും, അല്ലെങ്കിൽ അപ്പം ഞാൻ വീട്ടിലൊക്കെ നല്ല ആഹാരമൊക്കെ കഴിച്ച് വളർന്നതാണ്. എന്നുവെച്ചാൽ കൃഷിക്കാരൻ്റെ മക്കളെ, നാട്ടിലൊക്കെ ഒന്നും കുറവില്ലല്ലോ. പിന്നെ നാട്ടിൽ ഏത് സ്ഥലത്തായിരുന്നു? പാലക്കാട് വടക്കഞ്ചേരി. ഞങ്ങളുടെ അച്ഛൻ, നമ്മുടെ ഫാമിലിയിൽ കുടുംബത്തിലെ കപ്പ ഇതൊക്കെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് കപ്പയും മീനും ഒക്കെ തിന്ന് വളർന്ന. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും അങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് വന്നവരാ അല്ലേ? കപ്പയും മീനും. ഇപ്പം നമുക്ക് വീട്ടിലെ ഒരു പട്ടിണി ഇല്ലായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ട് കഴിക്കാനൊക്കെ, വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള കപ്പ പുഴുങ്ങിയാലും നമുക്ക് തിന്നാം. സന്തോഷം. അല്ലെ പറമ്പിൽ നിന്ന് ഒരു മാങ്ങ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉണ്ട്, നമ്മുടെ പറമ്പിൽ തന്നെ എല്ലാം ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഒന്നുമില്ല. അപ്പം നമുക്ക് ഗ്യാസ് ഇല്ല, സ്റ്റൗ ഇല്ല, മണ്ണെണ്ണ ഇല്ല, റേഷൻ കാർഡ് ഇല്ല. അപ്പം നമ്മൾ കിട്ടുന്ന ഒരു 10-15 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോയി പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന സബ്ജി, മത്തങ്ങ പോലുള്ളത്, പിന്നെ ഇങ്ങനെയുള്ള പച്ചയ്ക്ക് കഴിക്കാവുന്ന സാധനങ്ങൾ കുറച്ചെങ്കിലും മേടിച്ചാൽ അത് പച്ചയ്ക്ക് തിന്നും. കാരണം നമുക്ക് സ്റ്റൗ ഇല്ല, നമുക്ക് ഒന്നുമില്ല, പച്ചയ്ക്ക് തിന്നേണ്ടി. നമ്മുടെ കഷ്ടപ്പാട് ആ സമയത്ത് വീട്ടുകാരെ അറിയിച്ചിരുന്നോ? ഇല്ല, എനിക്കൊരു പേടിയായിരുന്നു. എൻ്റെ കഷ്ടപ്പാട് അവരെ അറിയിച്ചിരുന്നു എങ്കിൽ എന്നെ തിരിച്ചു വിളിക്കുമെന്നുള്ളൊരു പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അറിയിച്ചില്ല. പക്ഷെ ഒരു സംഭവം നടന്നു. ഞാനങ്ങ് നിരാശനായിപ്പോയി ഭയങ്കരമായിട്ടങ്ങ്. കർത്താവ് എന്തിനാണ് ഈ നോർത്ത് ഇന്ത്യ വന്നതെന്നുള്ളൊരു ചിന്ത എന്നെ ഭരിച്ചു.
ഇങ്ങനെ പെട്ടെന്ന്, കാരണം അന്ന് ചെറുതാ, പ്രായം ചെറുതാ, എനിക്ക് പറഞ്ഞു തരാനോ എനിക്കൊന്നും സംസാരിക്കാനോ ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ ഇവിടുന്ന് എൻ്റെ ഒരു 10-700 രൂപ എൻ്റെ കയ്യിൽ വന്ന സമയത്ത് ഞാൻ നേരെ ടിക്കറ്റ് എടുത്ത് ഞാൻ കേരള എക്സ്പ്രസ്സിൽ ഞാൻ നാട്ടിൽ പോയി. ഓ, തിരിച്ച് ഞാൻ ഭയങ്കര നിരാശനായിപ്പോയി. ഓക്കെ. എനിക്കൊന്ന് അന്ന് 500 രൂപയ്ക്കകത്തൊരു ടിക്കറ്റ് കിട്ടും കേരള എക്സ്പ്രസ്. ഞാൻ നേരെ ഡൽഹി കയറി. അവിടെ നിന്ന് ഞാൻ സ്ലീപ്പർ ക്ലാസ്സിൽ ഇങ്ങനെ പോകും. മിനിസ്റ്റർ നിർത്തി പോവായിരുന്നു. എനിക്ക് ഇവിടെ ഇനി വേണ്ട. അല്ല, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഇത്രയും പാഷനോട്ട് ഇറങ്ങി തിന്ന് അറ്റ്ലീസ്റ്റ് ഒരു നേരത്തെ ആഹാരം പോലും വയറ് നിറച്ച് കിട്ടാൻ വേണ്ടി ദൈവം എനിക്ക് വേണ്ടി കരുതണം എന്നുള്ളൊരു ഇതായിരുന്നു. ദൈവമേ, എന്നെ അറ്റ്ലീസ്റ്റ് ഒരു നേരം ആരെങ്കിലും എനിക്ക് വയറ് നിറച്ചൊന്ന് കഴിക്കാൻ കർത്താവ് കരുതുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം ദൈവത്തോട് തന്നെ നിരാശ തോന്നി തുടങ്ങിക്കുക. ദൈവമേ, എനിക്ക് ഒരു നേരം നല്ല രീതിയിലൊന്ന് വയറ് നിറച്ച ആഹാരം തരണേ. നാട്ടിലെല്ലാം കിട്ടുന്ന അതെ, അങ്ങനത്തെ ഒരു ഞാൻ ഇവിടുന്ന് വിട്ടു പോവാണ്. ആദ്യത്തെ രാത്രി കഴിഞ്ഞു. സെക്കൻഡ് ഡേയിൽ നമ്മൾ ആന്ധ്രാപ്രദേശ് വഴി പോകുന്ന ഒരു സമയമുണ്ട്. ഞാനിങ്ങനെ വളരെ നിരാശനായിട്ടിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അങ്കിളെ എന്താ എന്നെ നോക്കുന്നേ? അപ്പം എന്നോട് ചോദിച്ചു, എൻ്റെ കറക്റ്റ് പ്രായം പറഞ്ഞു അദ്ദേഹം. എൻ്റെ പ്രായം ഇത്രയല്ലേ? അതെ. അന്ന് ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ട്, പക്ഷെ കണ്ണാടി ഞാൻ ഒരു ബാഗിൽ വെച്ചിരിക്കുക. കണ്ണാടി ഇടുന്ന ഒരാളല്ലേ? അതെ. പർവ്വതങ്ങളിൽ ഉള്ള സ്ഥലത്തുനിന്നല്ലേ വരുന്നേ? അപ്പം ഞാൻ പറഞ്ഞു അതെ. ഞാൻ പറഞ്ഞു, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്തിനാ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നങ്ങ് കേട്ടാ മതി. മലയാളിയായിരുന്നോ? മലയാളി, ഒരു പ്രായമുള്ള അങ്കിള്. ഈ ട്രെയിനിൽ അദ്ദേഹം യാത്ര ചെയ്യുക. അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് വന്നു. പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചു. അപ്പം എന്നിട്ട് അവസാനം ചോദിച്ചു, തിരിച്ചു പോകുക അല്ലേ, ഇട്ടിട്ട് പോകുക അല്ലേ? അപ്പം ഞാൻ ചോദിച്ചു, അങ്കിൾ എന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ ഈ ട്രെയിനിൽ ഇപ്പം യാത്ര ചെയ്യേണ്ടവനല്ല. ഞാൻ ഡൽഹിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്ന, ഞാൻ പാസ്റ്ററാണ്. ഈ ഫസ്റ്റ് ഡേയിൽ ട്രെയിനിൽ വെച്ച് തന്നെ ദൈവം മോനെ കാണിച്ചു. മോനെ കണ്ണാടി ഇട്ടിരിക്കുന്നു, ഇതുപോലെ ഷേപ്പ്, ഇതെല്ലാം എന്നെ കാണിച്ചിട്ട് നിനക്ക് വേണ്ടിയാണ് ദൈവം ഈ യാത്ര അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് കേരള എക്സ്പ്രസിൻ്റെ S1 മുതൽ S12 വരെ പുള്ളി എന്നെ തപ്പി ഇങ്ങനെ വരുക. അപ്പം ഞാൻ എന്നെ കണ്ട ഉടനെ അദ്ദേഹം മനസ്സിലായി. അങ്ങനെ അദ്ദേഹം അടുത്തിരുന്നു. പുള്ളിക്ക് കോൺഫിഡൻ്റ് ആയി ഞാനാണെന്ന് വിചാരിച്ചിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, തിരിച്ചു പോയാലും ദൈവം കൈവിടത്തില്ല. പക്ഷേ തിരിച്ച് ഭവനത്തിലേക്ക് പോയാൽ ദൈവം കൈവിടത്തില്ല. പക്ഷേ അന്ന് ഇറങ്ങി തിരിച്ചതുപോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മടങ്ങി വീണ്ടും ആ തിരിച്ചു വന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ, നോർത്ത് ഇന്ത്യയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. നിങ്ങളപ്പോൾ തിരിച്ചു പോന്നു? ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പകുതി യാത്രയ്ക്ക് ഞാൻ പിന്നെ തൃശ്ശൂർ വണ്ടി ഇറങ്ങി വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഞങ്ങളുടെ അച്ഛൻ്റെ നിന്ന് കുറച്ച് കാശ് മേടിച്ച് വണ്ടിക്കുള്ള പൈസ മേടിച്ച് പിറ്റേ ദിവസം തന്നെ ഞാൻ തിരിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് വന്നു. ഒരു ദിവസം നിന്നുള്ളൂ. അപ്പം കഴിഞ്ഞ ഒരു മാസം മുമ്പ് പാസ്റ്റർ ടിനു ജോർജ് ഇവിടെ വന്നായിരുന്നു, ഈ സ്റ്റുഡിയോയിൽ വന്നു. അദ്ദേഹം എന്നോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം അയച്ചിട്ട് വന്നൊരു മനുഷ്യനാണ്, ഒരു പ്രോഫറ്റാണ്. അദ്ദേഹം എന്നോടും ചോദിച്ചു, 2004 ഒരു ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരു എൻകൗണ്ടർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു യു-ടേൺ. അവിടെ വെച്ച് നിങ്ങൾ തിരിക്കുന്നു. നിങ്ങൾ തിരിഞ്ഞ യു-ടേൺ ആണ് ഇന്ന് മിനിസ്ട്രിയിൽ നിങ്ങളെ ദൈവം ഉയർത്തിയതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. കറക്റ്റായിരുന്നു. ഇതുപോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സെയിം നിങ്ങൾക്ക് അന്ന് മഞ്ഞപ്പിത്തമായി കിടക്കുന്ന സെയിം സമയം കഴിഞ്ഞു. കുറെ കഴിഞ്ഞപ്പം നിങ്ങൾക്ക് അറിഞ്ഞു കാണും, ഞാനും അതേ പൊസിഷനിലോട്ട് തിരിച്ചു പോയെന്ന്. ഓർമ്മയുണ്ടോ? അത് നിങ്ങൾ വരുന്നു, ആ ഒരു ഓർമ്മ എന്താണെന്ന് ഓർക്കുന്നത്? ദേവദാസിന് മഞ്ഞപ്പിത്തം വരുന്ന സമയത്ത് ഞങ്ങൾ അന്ന് ജമ്മുവിലാണ്. ദേവദാസന് ചില അനുഭവങ്ങൾ വളരെ മറ്റുള്ളവർ നിന്ദിക്കുന്നതായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രയാസം തരുന്നതായിട്ടൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺലി പറയുന്നില്ല. പക്ഷേ മറ്റുള്ളവർ പാസ്റ്ററിനെ പല രീതിയിലും വിഷമിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ എങ്ങനെയെങ്കിലും തിരിച്ചു പോകാൻ വേണ്ടി പലരും നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. വിവാഹം കഴിഞ്ഞ ആ സമയമാണ്. അങ്ങനെയാണ് ദേവദാസന് ഒരു
തുടക്കത്തിലെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടി ഒരു സ്ലം പോലെയുള്ള ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു അനുഭവം ഞാൻ കണ്ടു. അത് തന്നെ എന്നുവെച്ചാൽ ഒന്നുമില്ലാത്ത രീതിയിൽ എന്ന് വെച്ചാൽ ഈ എനിക്കൊന്ന് പൂക്കളൊക്കെ വിൽക്കുന്ന ആന്ധ്രക്കാരൊക്കെ താമസിക്കുന്ന ഈ സ്ലം പോലെയുള്ള സ്ഥലത്ത് അവര് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് താമസിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. അതെ. അപ്പം അങ്ങനെ വളരെ ബുദ്ധിമുട്ടി, ടോയ്ലറ്റ് ഇല്ല, അല്ലെങ്കിൽ ഫുഡില്ല, അങ്ങനെയുള്ള ഒരു ഭയങ്കര. എന്നാലും ഞാൻ ചിന്തിച്ചു പോയി, ഇദ്ദേഹത്തിന് ആക്ച്വലി തിരിച്ചു പോയാൽ നല്ല രീതിയിൽ ജീവിക്കാൻ. എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ തന്നെ അങ്ങ് സർവൈവ് ചെയ്യുന്നത്, ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ദേവദാസന് മഞ്ഞപ്പിത്തം വരുന്നത്. അതെ. മഞ്ഞപ്പിത്തം വന്ന് അങ്ങ് കൂടി. അപ്പോൾ എനിക്ക് അന്നേ മനസ്സിലായി, ഒന്ന് ആഹാരം കിട്ടുന്നില്ല, പിന്നെ വെള്ളം നല്ലതല്ല, പിന്നെ കൊതുക്, ഇങ്ങനെയുള്ള ഇതെല്ലാം ഒന്ന് കഷ്ടപ്പെടാം. അന്ന് ഒത്തിരി മെലിഞ്ഞു വരുന്നു. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പാസ്റ്ററിന് ഞങ്ങൾ കഞ്ഞിയും ഇതൊക്കെ കൊണ്ട് വരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ എനിക്ക്, ഞാൻ അന്ന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, നിങ്ങൾ എനിക്ക് ആഹാരമായിട്ട് വരുന്നു. അതെ അല്ലേ? അങ്ങനെ ഞാൻ പല പ്രാവശ്യം ഭവനത്തിൽ വരിക എൻകറേജ് ചെയ്തതായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഞാനൊരു കാര്യം ചിന്തിക്കുകയാണ്, സെയിം നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിലും കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകൾ ഒത്തിരി വന്നപ്പോഴും ഒരു കാര്യം നമ്മൾ ദൈവത്തോട് പ്രോമിസ്, കർത്താവെ ഞങ്ങളെ തിരിച്ചയക്കരുത്, അതെ, പിടിച്ചു നിർത്തണേ, നിന്ദിക്കുന്നവരുടെ മധ്യത്തിലും പരിഹസിക്കുന്നവരുടെ മധ്യത്തിലും കർത്താവെ ഒരു ദിവസം, ആ ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഒന്നിച്ചിന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യ സമയങ്ങളിൽ 98-ലെ സമയത്തൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യും നമ്മൾ. കഷ്ടപ്പാടിൻ്റെ ഇതിനെല്ലാം മധ്യത്തിൽ ആദ്യമായിട്ട് എന്നെ ഒരു വണ്ടിയെ കയറ്റിക്കൊണ്ട് ഹിമാചലിൽ കൊണ്ടുപോവുകയും പഞ്ചാബിൽ കൊണ്ടുപോവുകയും പല പല പർവ്വതങ്ങൾ കാണിച്ചു തരികയും മിനിസ്ട്രി എന്താണെന്ന് പഠിപ്പിക്കുകയും ലാംഗ്വേജ് പഠിപ്പിക്കുകയും, അന്ന് ഒത്തിരി കഷ്ടപ്പാടിൻ്റെ സമയത്ത് ദൈവത്തിന് വേണ്ടി പിടിച്ചു നിൽക്കാം. എന്നെ നല്ലതായിട്ട് നിങ്ങൾ എൻകറേജ് ചെയ്തായിരുന്നു. ഞാൻ ഇന്നും ആ സംഭവങ്ങൾ ഓർക്കുന്നു. ഞാൻ ഈ സമയത്തൊരു കാര്യത്തെ ഓർക്കുകയാണ്. ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം ഒരിക്കലും നമ്മളെ കൈവിടാതെ സമയത്ത് എവിടെ നിന്നാന്നറിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു കാക്കയെ പോലെ ദൈവം നിങ്ങളെ കൊണ്ടുവന്നു. പാസ്റ്റർ ജീവിതത്തിലും എത്രയോ ആൾക്കാർ നിങ്ങൾക്ക് പറയാൻ പറ്റും ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത്. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ മിനിസ്ട്രിയിൽ? മിനിസ്ട്രിയിൽ തുടങ്ങിയ സമയത്ത് നമ്മുടെ മിനിസ്ട്രി തുടങ്ങിയ ബോർഡർ ഏരിയയിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഓർക്കുന്നു, പാകിസ്ഥാൻ ബോർഡറിൻ്റെ. ഓക്കെ. ആ സ്ഥലത്ത് നമുക്ക് ആ സമയത്ത് ഞാനിപ്പോൾ ചിന്തിക്കുമായിരുന്നു ഇവിടെ ഇരുന്നപ്പോൾ, ആ സമയത്ത് ഹീറ്റർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മണ്ണെണ്ണ സ്റ്റൗ. അത് ഒരു മാസം നമുക്ക് കിട്ടുന്ന ഒരൊറ്റ ലിറ്ററാണ്. അപ്പം അവിടെ കറണ്ട് മിക്കപ്പോഴും ഇല്ല. ഈ ഒരു മാസത്തെ ഈ നമ്മൾ കിട്ടുന്ന മണ്ണെണ്ണ നമ്മൾ അത് മിച്ചം വെച്ച് വേണം നമുക്ക് തീർക്കാനായിട്ട്. അപ്പം ചില സമയത്തൊന്നും ഈ ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, കാരണം മണ്ണെണ്ണ തീർന്നു പോകുന്നതുകൊണ്ട്. അങ്ങനെ ഒരു പ്രയാസം ആ സമയത്ത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഹീറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കടയിൽ പോയി നമുക്ക് ആ സമയത്ത് ഒന്നും കഴിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് അതിൽ പൈസയൊന്നുമില്ല. ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. ദൈവം നടത്തിയ വഴികൾ ഭയങ്കര അത്ഭുതം തന്നെയാണ് അല്ലേ? ദൈവം നടത്തിയ വഴികൾ ഈ സമയത്ത് ഇവിടെ ഇരുന്ന് നമ്മളത് ചിന്തിക്കുകയാണ്. ഒരു 25 വർഷം കഴിഞ്ഞു പോയ 25 വർഷം ദൈവം നമ്മളെ, നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ വന്നു, കാർഗിൽ യുദ്ധത്തിൻ്റെ സമയം വന്നു, കൂട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും തിരിച്ചുപോയി, എല്ലാവരും തിരിച്ചു. എല്ലാവർക്കും കംഫർട്ടബിൾ സോൺ വേണമായിരുന്നു, അത് തിരിച്ചുപോയി. നമ്മൾ അന്ന് ഒന്നിച്ച് ജമ്മിലായിരുന്ന സമയത്താണ് യുദ്ധത്തിന്റെ സമയം ഡിക്ലെയർ ചെയ്തു. നമ്മൾ താമസിച്ചതിന്റെ പരിസരത്ത് തന്നെ ഒരു അനേക കുടുംബങ്ങളെ ഒന്നിച്ച് വെടിവെച്ച് കൊല്ലും, കാലിച്ചൗക്കിൽ വെച്ച് ശവങ്ങൾ പോലും നമ്മൾ അതിന്റെ വാതക കിടക്കും, നമ്മളെല്ലാം പോയി. ഓർമ്മയുണ്ടോ? ശരിക്കും ഭീകരമായ അന്തരീക്ഷം. ഫയറിങ് നടന്നുകൊണ്ടിരുന്ന സമയങ്ങൾ നമ്മൾ റോഡിൽ വന്ന് നിൽക്കും, രാത്രിയിലൊക്കെ നമുക്ക് വെടിവെച്ചൊക്കെ കേൾക്കാമായിരുന്നു. അങ്ങനെ 4 സൈഡിലും പാകിസ്ഥാൻ ബോർഡറിൽ നമ്മൾ ഒന്നിച്ചായിരുന്നു. ഇങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിലും ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ ഉള്ള ആ ബ്രിഡ്ജ് നമ്മൾ തകർത്തിട്ടാണ് വന്നത്. നമുക്ക് തിരിച്ച് ഓടിപ്പോകാൻ പറ്റത്തില്ല അല്ലേ? നമുക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല. നമ്മൾ ഹിമാചലിൻ്റെ ജമ്മുവിൻ്റെ അപ്പോസ്തലനായിട്ടാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് ഞാൻ 98-ല് കേരള എക്സ്പ്രസിൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് വാളയാർ ക്രോസ് ചെയ്തു. കോയമ്പത്തൂരിനൊക്കെ അടുക്കാറായപ്പോൾ പാലക്കാട് കേരള എക്സ്പ്രസിന് ആദ്യത്തെ ഫസ്റ്റ് ഡേ 3 ദിവസത്തെ യാത്രയാണ്.
അവിടെ വെച്ച് ഞാൻ ട്രെയിനിൽ വെച്ച് തന്നെ ഞാൻ തീരുമാനിച്ചു, ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോവുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ തന്നെ ജീവിക്കും, നോർത്ത് ഇന്ത്യക്കാരനെ പോലെ ജീവിക്കും, നോർത്ത് ഇന്ത്യയിൽ തന്നെ മരിക്കണം. ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്ന് തിരിച്ചു പോയെങ്കിൽ ഞാൻ വീണ്ടും എന്നെ ദൈവം തിരിച്ചു. അതിനുശേഷം ഇന്ന് വരെ ഞാൻ നോർത്ത് ഇന്ത്യക്കാരനെ പോലെ ജീവിക്കുന്നു. ഹിന്ദി ഭവനത്തിൽ ഹിന്ദിയാണ് പറയുന്നത്. ഞാൻ മലയാളിയെ പോലെ അല്ല ജീവിക്കുന്നത്. എൻ്റെ മിനിസ്ട്രി ഹിന്ദിയാണ്, എന്നെ കണ്ടു കാണാം, എൻ്റെ മിനിസ്ട്രി എല്ലാം ഹിന്ദിയിലാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് എത്ര റേഡിയോ ചാനലുണ്ട് ഇപ്പം? ഞങ്ങൾക്ക് 5 ഭാഷയിൽ റേഡിയോ ചാനൽ. 5 ഭാഷയിൽ, കൂടാതെ 40-ൽ പരം റേഡിയോ സ്റ്റേഷൻസ് പുറത്ത് പലർക്കും നമ്മൾ ചെയ്തു. 40ന്റെ മേളിൽ റേഡിയോ സ്റ്റേഷൻ നിങ്ങൾക്ക് ഉണ്ട്. വാ, ഇതെല്ലാം ആരാ റൺ ചെയ്യുന്നത്? ഞാനാണത്. ഞാൻ ഞങ്ങളുടെ മിനിസ്ട്രിയാണ് അതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. എനിക്കറിയാം, പേഴ്സണലായിട്ട് അറിയാം, നിങ്ങളുടെ വൈഫ് ഒത്തിരി റേഡിയോയിൽ ബച്ചോങ്കി ദോസ്ത്, ആത്മീയ യാത്രയിൽ ഒക്കെ ഒത്തിരി പ്രസംഗിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ നല്ല മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കും. ഇന്ത്യയിലെ നോർത്തിൻ്റെ നല്ല ലാംഗ്വേജ്, അവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള എല്ലാ കഴിവും ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മുടെ ചർച്ചിൽ വന്ന ഒരു പപ്പിറ്റ് ഷോ വെച്ചായിരുന്നു, അതുമെല്ലാം കാണിച്ചായിരുന്നു. നല്ല രസമായിരുന്നു. ദൈവം ഒത്തിരി അങ്ങ് അനുഗ്രഹിച്ച് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ദൈവദാസിയാണ്. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ജീവിതത്തിലെല്ലാം കഷ്ടപ്പാടും പ്രയാസങ്ങളും എല്ലാം നടത്തിയപ്പോഴും ദൈവം വിശ്വസ്തനായിട്ട് നമ്മളെ കൈവിട്ടില്ല. എല്ലാവരും ചിന്തിച്ചു തീരും അവസാനം, അല്ലേ പാസ്റ്ററെ? എല്ലാവരും ചിന്തിച്ചു തീർന്നു, അവസാനമായി ഇവൻ തിരിച്ചു പോകും, ഇനി ഒരു രക്ഷയില്ലെന്നുള്ള ഒരു കണ്ടീഷൻ വന്നു. നമ്മളൊരു സത്യം പറഞ്ഞ ഏലിയാവിനെ പോലെ ആ തോട്ടിൻ്റെ ആ അരികിൽ വന്നിങ്ങനെ നിരാശനായിട്ട് ഇരിക്കുക. അന്നേരൊരു കാക്കയെ ദൈവം പറഞ്ഞു വിട്ടു. ഞാൻ ഓർക്കുകയായിരുന്നു, നമുക്ക് ആ കാക്കയെക്കുറിച്ച് ഒരു 2 വാക്ക് ദൈവദാസൻ ഒന്ന് പാടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. കാക്കയെ കൊണ്ട് നമ്മളെ പോഷിപ്പിച്ച ദൈവം ഇന്നും അവൻ ജീവിക്കുന്നു, അവൻ നമ്മെ കരുതുവാൻ യോഗ്യനാണ്. നമ്മൾ ആ ഒരു ഗാനത്തിൻ്റെ പല്ലവി ഒരല്പസമയം ശ്രമിക്കാം. താങ്ക് യു പാസ്റ്റർ, ഒത്തിരി നന്ദി. 25 വർഷത്തെ മിനിസ്ട്രിക്ക് ശേഷം നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ദൈവം പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഹല്ലേലൂയ. അതാണ് നമ്മുടെ വിജയം. അതാണ് ഇന്ന് നമ്മൾ ജീവനോടായിരിക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ രോഗം, എത്രയോ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നു. കർത്താവ് വിശ്വസ്തൻ, അവൻ ഒരിക്കലും കൈവിടുകയില്ല. നമ്മളിന്നിവിടെ കൂടി വരാനുള്ള ആ ദൈവത്തിൻ്റെ പ്ലാൻ, അതൊന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. തുടക്കം മുതൽ ഇന്ന് വരെയും ദൈവം നമ്മൾ നടത്തിയ ആ വിധങ്ങളെ ഒന്നും വർണ്ണിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചു. ആഹാരമില്ലായിരുന്ന സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമായിട്ട് നമ്മളെ തേടി വന്നു. മിനിസ്ട്രിയിൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപ, അത് ഒന്നു മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, ദൈവം നമ്മളെ നിർത്തിയതാണ്. നമ്മൾ യോഗ്യരല്ലായിരുന്നു, ദൈവം നമുക്ക് വേണ്ടി ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തു. അപ്പം ദൈവത്തിന് നമ്മളൊരു നന്ദി പറയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ദൈവത്തെ ഒത്തിരി ആരാധിക്കും എപ്പോഴും. കാരണം ദൈവത്തിൻ്റെ പ്രൊവിഷൻസാണ് നമ്മളെപ്പോഴും അനുഭവിക്കുന്നത്. അതെ. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു വലിയൊരു ചലഞ്ചുണ്ട്, നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ചലഞ്ച്. അതെ. ഇന്ന് നമ്മുടെ കുറച്ചൊക്കെ അനുഗ്രഹങ്ങളുണ്ട്. അതെ. നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, കുറച്ചൊക്കെ നമ്മൾ അന്നത്തെ കഷ്ടപ്പാടിൽ നിന്നൊക്കെ നമ്മൾ മാറി. ഇപ്പം ദൈവം നമുക്ക് വേണ്ടി കുറേ അനുഗ്രഹങ്ങളൊക്കെ. പക്ഷെ ഇന്ന് നമ്മളെ കാണും, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാത്തവർ, നമ്മുടെ കഷ്ടപ്പാട് അറിയാത്തവർ ഇന്ന് നമ്മളെ ആദ്യമായിട്ട് കാണുമ്പോൾ പലരും ചിന്തിക്കും ഇവർ ലാവിഷാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ ആൾക്കാർ കാണുമ്പോൾ പലരും നമ്മളെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട്, പലരും നമ്മളെ ചിലപ്പം ഇവരൊക്കെ ചിലപ്പം ലാവിഷാണ്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ ലക്ഷറി ഇവരുടെ ഉണ്ട് എന്ന് ചിന്തിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാലും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ദൈവം നമുക്ക് ഒരു അപ്രിസിയേഷൻ, നമ്മൾ പ്രോത്സാഹന സമ്മാനം തരുന്നത് പോലെ നമുക്കൊരു സമ്മാനം മുകളിലാണുള്ളത്. പക്ഷേ നമ്മുടെ ഈ ലോകത്തിൽ തന്നെ നമ്മുടെ കഷ്ടപ്പാടിൽ നിന്നൊക്കെ ദൈവം നമ്മളെ പ്രോത്സാഹന സമ്മാനം പോലെ അല്പ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നിട്ടുണ്ട്. പക്ഷേ പലർക്കും അത് അറിയത്തില്ല. ഇന്ന്
നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടിയതും അതെ നമ്മൾ മലയിടുക്കളിലൊക്കെ സ്കൂട്ടർ ഓടിച്ചതൊന്നും ആർക്കും അറിയത്തില്ല. അതെ പക്ഷെ ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഞാൻ ദൈവത്തെ നന്ദി പറയും, കർത്താവേ ഇതെല്ലാം ദൈവം തന്ന. 25 വർഷം മുമ്പ് ഹിമാചലിൻ്റെ ഏറ്റവും ടോപ്പിൽ അപ്പർ ഹിമാലയയിൽ കൂടെ പോയി മഞ്ഞിനകത്തൂടെ വീഴുകയും എഴുന്നേൽക്കുകയും എല്ലാവരും ചിന്തിച്ചു മാര് വട്ടന്മാരാണോ എന്നുള്ളത് അല്ലേ. അവിടെ പോയി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കണക്റ്റഡ് റോഡ് കണക്റ്റഡ് വില്ലേജ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തിലുള്ള ഒരു വില്ലേജിന്റെ പേരാണ് കിബ്ബർ. അതാണ് ആദ്യത്തെ കണക്റ്റഡ് റോഡ്. ആ വില്ലേജിലാണ് ആദ്യമായിട്ട് ഏറ്റവും ഫസ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന റോഡ്. ഓക്കെ, അവിടുത്തെ ആദ്യത്തെ സ്കൂട്ടറിസ്റ്റായിട്ട് ഞാൻ അവിടെ എത്തി. സ്കൂട്ടറുമായിട്ട് അന്നത്തെ 25 വർഷം മുമ്പ്. 25 വർഷം അന്ന് അവിടെ ഇങ്ങനെ റോഡ് കൺസ്ട്രക്ട് ചെയ്ത് ഇങ്ങനെ പണിത് മണ്ടേ അത് ടച്ച് ചെയ്തു. അന്ന് ചിന്തിക്കാനുള്ളൂ നിങ്ങൾ അന്നേരം എത്ര ഉണ്ടായിരുന്നുള്ള സൈസിൽ. അന്ന് 120 കിലോമീറ്റർ മഞ്ഞിനകത്തൂടെ തന്നെ യാത്ര ചെയ്തു സ്കൂട്ടറുമായിട്ട്. സ്ലിപ്പ് ചെയ്യും, പല പ്രാവശ്യം വീഴുന്നേക്കും, സ്ലിപ്പ് റോഡ്. അന്ന് നമുക്ക് വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നുമില്ല, മൊബൈൽ ഫോൺ ഇല്ല, ഒന്നുമില്ല. അപ്പം അന്ന് ഞാൻ ഈ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസിൻ്റെ മീറ്റർ ബോക്സ് ഉണ്ടല്ലോ, അതിന് ഊരിയെടുത്തിട്ട് അതിനകത്ത് എൻ്റെ പേരും അഡ്രസ്സും അതിനകത്ത് ഒട്ടിച്ചിട്ട് ഞാനത് അടച്ചു. കാരണം മഞ്ഞിനകത്ത് മൂടിപ്പോയാലും മരിച്ചു പോയാലും ആരെങ്കിലും അത് ഗ്ലാസ്സിനകത്തായതുകൊണ്ട് അതിൻ്റെ അഡ്രസ്സെങ്കിലും ബാലൻസ് കാണും. നിങ്ങൾ പ്രയറിന് വേണ്ടി പോയതാ? പ്രയർ ഡ്രൈവിന് പോയതാ. പ്രയർ ഡ്രൈവിന് അപ്പോൾ ഞാൻ തിരിച്ചു വരില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ അഡ്രസ്സ് ഞാൻ ഗ്ലാസ് ബോക്സിനകത്ത് ഞാൻ ഇട്ടിരുന്നു, നമ്മുടെ മീറ്റർ ബോക്സിനകത്ത്. ഓക്കെ. പക്ഷേ ഞാൻ വിചാരിച്ചു 120 കിലോമീറ്റർ ഞാൻ മഞ്ഞിനകത്തിന് അകപ്പെട്ട് പോയപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റാതെ ഇരുന്നപ്പോഴും എങ്ങനെയോ ഞാനിങ്ങനെ യാത്ര 26 മണിക്കൂർ പ്രയത്നിച്ചിട്ടാണ് ഞാനത് ക്രോസ് ചെയ്തത്. ഓക്കെ. അപ്പം അതൊക്കെ ഒരു ഓർമ്മകൾ ആയിട്ട് ഇന്ന് നിൽക്കുന്നു. ഇന്നും അതേ എനർജി ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദൈവവേലയിൽ. ഞാൻ കേരളം വരെ, മധ്യപ്രദേശിൽ നിന്ന് കേരളം വരെയും കേരളത്തിൽ നിന്ന് കാശ്മീർ വരെയും പ്രാർത്ഥന ഡ്രൈവ് ചെയ്തു. പല പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യവും. ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി. വണ്ടിയുടെ ലൈറ്റില്ല, ഒന്നുമില്ല, എന്നിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പായ അതിനകത്തിട്ടിട്ട് വരുന്നു. ഓരോ സ്ഥലത്ത് ഇറങ്ങി നിന്ന് പ്രാർത്ഥിക്കുന്നു, വണ്ടിക്കകത്തിരുന്നു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ജനറേഷന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൻ യേശുവിൻ്റെ കുരിശ് ചുമന്നുകൊണ്ട് മക്കളെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് നിങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിച്ച് പിതാവിൻ്റെ അനുഗ്രഹിക്കും, തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയതുകൊണ്ട് ന്യൂ ജനറേഷൻ ഇനിയും ഇതുപോലെയുള്ള ദൈവദാസന്മാർ ഈ ഹിമാലയ സാനികളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെ ദൈവദാസ, പലരുടെ പ്രാർത്ഥനയുടെ ഉത്തരത്തിലായിരിക്കാം നമ്മൾ വന്നു. ആമേൻ, ആമേൻ. അതെ, അതെ, നമ്മളൊന്നുമല്ല. ദൈവം അയച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വലിയ യോദ്ധാക്കൾ നമ്മുടെ പിന്നിലുണ്ടായിരുന്നു. ദൈവം ഇന്നുവരെയും മാനിച്ചു, ഇനിയും മാനിക്കും. ഈ സമയത്ത് കഴിഞ്ഞ ദിനങ്ങളെ നമ്മൾ ഓർക്കുന്നു. ദൈവദാസന്മാർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളെ ഓർക്കുവാനും ദൈവത്തിന് അതിൻ്റെ ആ മുഴുവൻ മഹത്വവും കൊടുക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസന് ഒത്തിരി നന്ദി. നമ്മളെല്ലാം ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ ആ മഹത്വത്തിനായിട്ട്, ആ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് ഇറങ്ങിത്തിരിച്ചു ധീരതയോടെ ദൈവത്തിനായിട്ട് വീണ്ടും അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. ഒത്തിരി ഡിസൈപ്പിൾ, ഒത്തിരി ശിഷ്യന്മാർ യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. പുതിയ തലമുറയോടുള്ള എന്താണ് സന്ദേശം നിങ്ങൾക്ക്? പുതിയ തലമുറ ഇപ്പോൾ കൂടുതലും ടെക്നോളജിയുടെ അണ്ടറിലാണ്. കൂടുതലും അവരെ ഭരിക്കുന്നത് ടെക്നോളജിയാണ്. ടെക്നോളജി എല്ലാം ടേക്ക് ഓവർ ചെയ്തു. ഓക്കെ. അതുകൊണ്ട് മിനിസ്ട്രിയോടുള്ള പാഷൻ പലർക്കും കുറഞ്ഞു പോയി. അപ്പം ഇനി ഇങ്ങനെ പോകുകയാണെങ്കിൽ, ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ മിഷനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല എങ്കിൽ, നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെക്കുറിച്ച് ഭാരമില്ല എങ്കിൽ, ഇനി കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഭയങ്കര മിനിസ്ട്രി ഉണ്ടാകുമോ എന്നുള്ള ഒരു അല്ലേ. അതുകൊണ്ട് നമ്മൾ യങ്സ്റ്റേഴ്സും നമ്മൾ ഇപ്പോഴത്തെ എല്ലാവരും, വിശ്വാസികളെല്ലാവരും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരുടെയൊക്കെയോ കണ്ണുനീര് ഒഴിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നമ്മൾ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ഇനി നമ്മൾ പ്രാർത്ഥിക്കണം, അടുത്ത തലമുറകൾ ഇതുപോലെ പാഷനും വിഷനും മിഷനുമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് വരാനായിട്ട് പ്രാർത്ഥിക്കുകയും അവരെ എൻകറേജ് ചെയ്യും.
അവരെ കൂടെ മിനിസ്ട്രിയുടെ നീഡിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യണം. പിന്നെ ഇന്നത്തെ ലോകത്തിൻ്റെ അഭിലാഷങ്ങളിൽ കൂടി പോയതുകൊണ്ടൊന്നും ഒന്നും അർത്ഥമില്ല. ഇല്ല. അപ്പം നമ്മൾ ഉയരങ്ങളിലേക്ക് നോക്കുക. കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ ഉയരങ്ങളിലേക്ക് നോക്കുക. മുമ്പേ അവൻ്റെ രാജ്യം നീതി അന്വേഷിക്കുക. അപ്പം നമ്മൾ മുകളിലേക്ക് നോക്കി മനുഷ്യരെ എങ്ങനെയെങ്കിലും നിത്യതയിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാം. യങ്സ്റ്റേഴ്സും യങ് ജനറേഷനും ഇത് തന്നെ ചിന്തിക്കണം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത്, ആ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയണം, ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ജമ്മു കാശ്മീരിലെ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ സ്റ്റുഡിയോയിലിരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. നമ്മുടെ ദേശത്ത് വലിയൊരു അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പോയി. വരും ദിവസങ്ങളിൽ ഒരു ഉണർവ്, ഒരു റിവൈവൽ. ഞാൻ ഒന്നും കൂടെ ആ വാക്കിനെ പറയാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർ ടിനു ജോർജ് വന്നപ്പോഴൊരു കാര്യം പറഞ്ഞിട്ട് പോയി, ഇതൊരു റിവൈവലിൻ്റെ തുടക്കമാണ്. ആമേൻ. ഞാൻ ഒത്തിരി വിശ്വസിച്ചു, അത് കർത്താവേ അതിനായിട്ട് ഞങ്ങളെ ഉപയോഗിക്കണമേ. ഒരു റിവൈവൽ, നമ്മുടെ ദേശത്തൊരു റിവൈവൽ, ജമ്മു കാശ്മീരിൽ, ഹിമാചൽ പ്രദേശിൽ, ഈ ഹിമാലയ പ്രദേശങ്ങളിൽ ഒരു ഉണർവിൻ്റെ ഒരു കാറ്റിനെ ദൈവം ഈ ദിവസങ്ങളിൽ അയച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ക്യൂന എന്തുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പാസ്റ്റർ സെബിൻ ഒന്ന് പ്രാർത്ഥിച്ചാലോ? നമ്മുടെ ദേശത്തിനായിട്ടും ഈ ദേശത്തിനായിട്ടും മിനിസ്ട്രിക്കായിട്ടും ഇവിടെയുള്ള എല്ലാ ദൈവദാസന്മാരെയും കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന്, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നിങ്ങളും ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനോട്ട് ഞങ്ങൾ യാചിക്കുകയാണ്, വേലക്കാരെ അയക്കണമേ. നിങ്ങൾക്കും വരാം ജമ്മു കാശ്മീരിലേക്ക്, നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം, നിങ്ങൾക്കും ഈ മിനിസ്ട്രിയിൽ പങ്കാളികളാകാം. ഞങ്ങളെല്ലാം ചേർന്ന് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, നിങ്ങളും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ സെബിൻ നമ്മോട് ചേർന്ന് പ്രാർത്ഥിച്ചാലും. സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഉപസ്ഥിതിക്കായിട്ട്, നിന്റെ പ്രസൻസിനായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവേ, പല കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇടയായി തീർന്നു. കേൾക്കുന്ന ജീവിതത്തിലൊരു അതൊരു അനുഗ്രഹത്തിന് കാരണമായി ഇന്ന് പലരും കർത്താവേ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യക്കുള്ള ദർശനം ലഭിക്കുവാനും സ്വർഗത്തിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പലർക്കും ദർശനമില്ല, അതുകൊണ്ട് ദൈവവേലയ്ക്ക് വരുന്നില്ല. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. അത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജമ്മു കാശ്മീരിന്റെ പ്രദേശത്തേക്ക് പല യുവാക്കളും ഹല്ലേലൂയ ദൈവസന്നിധാനത്ത് സമർപ്പിക്കപ്പെട്ട് ഇങ്ങോട്ട് കടന്നു വരേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൊയ്ത്ത് വളരെയുണ്ട്, എന്നാൽ വേലക്കാരോ ചുരുക്കമെന്ന് വചനം പറയുന്നത് പോലെ ഇവിടുത്തെ വേലക്കാര് അനേകര് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുക്ക ഹൃദയത്തോടുകൂടി കർത്താവേ, ഈ ദേശം, ഈ രാജ്യം ഹല്ലേലൂയ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നിന്റെ നാമത്തിന് വേണ്ടി ഉയരുവാൻ സ്വർഗ്ഗത്തിലെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ബലപ്പെടുത്തിയിരിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കൊണ്ട് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഒത്തിരി നന്ദി കർത്താവിൻ്റെ ദാസന്മാർക്ക് രണ്ടുപേർക്കും ഒത്തിരി നന്ദി. വീണ്ടും ദൈവം നമ്മളെ കാണുവാൻ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിനായിട്ട് ഒരു റിവൈവലിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കർത്താവ് ആ ഒരു കാറ്റിനെ നമ്മുടെ ദേശത്തോട്ട് അയക്കട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം, സാക്ഷ്യങ്ങളെ കേൾക്കാം, ദൈവവേലയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യമാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും വീണ്ടും കാണും വരെയും അനുഗ്രഹിക്കട്ടെ.